Hello, welcome to Mayflower Diaries. It's been a very long time. So, video it's about alphabet dating. So, here is my monkey boy, and he's gonna choose an alphabet, and we're gonna go for a date which starts with that alphabet, a place which starts with that alphabet. Shiva. A തൊട്ട് Z വരെയുള്ള ഒരു ആൽഫബറ്റ് പറയും. ഇയിൽ എവിടെ പോവാം? എക്സിബിഷൻ വേണോ, എക്സോട്ടിക് ആനിമൽസ് പാർക്ക് വേണോ? എക്സോട്ടിക് പറയാൻ കിട്ടുന്നില്ല. എക്സോട്ടിക് ആനിമൽ പാർക്ക്. സോ ഇവിടെ തൃശ്ശൂരുള്ളത് ചാവക്കാടാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 o'clock ആയി. 1 hour ഡ്രസ് ചെയ്തിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ റെഡിയായി ടു ചാവക്കാട് ട്രാവൽ ചെയ്യാണ്. ഓൾമോസ്റ്റ് 1.5 hours ഉണ്ടായിരുന്നു ചാലക്കുടി ടു ചാവക്കാട്. അറ്റ് ലാസ്റ്റ് ഫാം വില്ലയിലെത്തി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 150 ആയിരുന്നു. ശിവൻകുട്ടനും എടുക്കേണ്ടി വന്നു. 8 വയസ്സായ കാരണം ശിവയ്ക്കും എടുക്കേണ്ടി വന്നു. എടുത്ത പാടെ കയറിയ പാടെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 പ്ലാവില തന്നിട്ട് ഒരെണ്ണം ഒട്ടകത്തിനും ഒരെണ്ണം കഴുതയ്ക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നു. കഴുതാന്ന് കേട്ട് പിന്നെ തൊട്ടിട്ട് സഞ്ജുവിന് ഭയങ്കര തമാശയായിരുന്നു. ഇവിടെയൊന്നും കാണാത്തൊരു ആനിമൽ ആയതുകൊണ്ട് നമുക്ക് ശിവയുടെ മുഖത്ത് അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ല രീതിക്ക് കാണാമായിരുന്നു. അവിടെ ഉണ്ടായ എല്ലാ ആനിമൽസിൻ്റെ പേരും ഞാൻ നോട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എല്ലാത്തിൻ്റെ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല. ചിലതിൻ്റെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഒട്ടകത്തിന് ഇലയൊക്കെ കൊടുത്ത് നേരെ കുതിരയുടെ അവിടെ പോയി. 2 കുതിരകളും ഒരു കഴുതയായിരുന്നു ഉണ്ടായത്. ചെറിയ അത് കാളയാണ്, ബോയാണത്. അതിനെടുത്തോളം പറയും. പെട്ടു. വലിയ ഇഷ്ടമായതുകൊണ്ട് കൊടുത്തോ? ഈ ബഹളത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒളിച്ചിരിക്കാനോ തോന്നുന്നു അവൻ എൻ്റെ മുടിയുടെ ഉള്ളിൽ കയറിപ്പോയത്. കുറച്ച് കഷ്ടപ്പെട്ടു അവനെ പുറത്തെടുക്കാനായിട്ട്. ഇവനെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉപദ്രവകാരി ആയതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ആർക്കും കൊടുക്കുന്നുണ്ടായില്ല. അവനവിടെ ആ ഒരു മരക്കഷ്ണത്തിൻ്റെ മുകളിലിരുന്ന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡക്സിൻ്റെ അടുത്തേക്കായിരുന്നു.
കുറേ വെറൈറ്റി താറാവുകളുണ്ടായിരുന്നു. അതിലിതേ ഇവനെ കണ്ടോ, തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത്. ഇവിടെ ആടിന് കൊടുക്കാനായിട്ട് അവർ പോപ്കോൺ ആട്ടോ തന്നത്. ഒരാൾക്ക് 3 ചെറിയ പോപ്കോൺ വെച്ചിട്ടായിരുന്നു തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് എമുവിൻ്റെ അടുത്തേക്കാണ്. അത് കഴിഞ്ഞിട്ടുണ്ടായത് റാബിറ്റ്സിൻ്റെയും ഗിനി പിഗിൻ്റെയും ഒരു സെക്ഷനാണ്. അല്ല, റാബിറ്റ്സിൽ എല്ലാത്തിനെയും തന്നില്ല, ഒരു വിരുദിനെ മാത്രം നമ്മുടെ കയ്യിൽ തന്നിട്ട് സൂക്ഷിച്ച് പിടിച്ചോളം പറഞ്ഞു, അല്ലെങ്കിൽ ചാടിപ്പോയെന്ന് പറഞ്ഞു. ഇവനെ നോക്ക്, എന്ത് ക്യൂട്ടായിട്ടായിരിക്കുന്നേ. പൂച്ചകൾ, ക്യാറ്റ്സ് അന്നും ഇന്നും എന്നും എൻ്റെ ഫേവറേറ്റ് ആനിമലായിരിക്കും. അതും ഇത്രയും ഫ്ലഫി ആയിട്ടുള്ള പെർഫെക്റ്റ് ക്യാറ്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ രോമമില്ലാത്ത ഈജിപ്തിലെ പൂച്ചകളെ പോലെ ഇരിക്കുന്ന ആ പൂച്ചകളും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വണ്ടർ എന്താണെന്ന് വെച്ചാൽ ശിവയ്ക്ക് ഈ ഒരു ആനിമലിൻ്റെയും ഒരു പേടിയില്ലായിരുന്നു. അങ്ങനെ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് ഭംഗി നോക്കി നേരെ പോകുന്നത് ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ്. കുറേ ലവ് ബേർഡ്സ്, പിന്നെ മക്കാവ്, കോക്ടെയിൽസ് ഉണ്ടായിരുന്നു, പിന്നെ ഈ മങ്കീസ് ഉണ്ടായിരുന്നു. കാണിച്ചിരുന്നു വയറ്. ഇവന്മാരെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളിപ്പിച്ച് നേരെ പോയത് ശിവ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബേർഡ് കേജിലേക്കായിരുന്നു. അവൻ കയറിയപ്പോൾ തൊട്ട് പറഞ്ഞതാണ് ബേർഡിനെ തൊടണം എന്ന് പറഞ്ഞു. പിടിക്കലടാ. അതിലൊരെണ്ണം എൻ്റെ തലയിലും പറഞ്ഞു വന്നിരിക്കുന്നുണ്ടായി. അത് എൻ്റെ മുടിയുടെ ഇടയിലൊക്കെ എന്തൊക്കെയോ കൊത്തുന്നുണ്ടായി. പക്ഷെ എനിക്ക് കിട്ടിയായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇത് മിയർ കാറ്റ്സ്. ഇവന്മാരെ എനിക്കറിയാം, കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നാറ്റ് ജിയോയിൽ കുറേ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. ഇവന്മാരെ ഒരു പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു മിയർ കാറ്റ്സ്. പക്ഷെ ഇവർ രണ്ടുപേരും ഭയങ്കര ശാന്തരായിരുന്നു, കാരണം കേജിൻ്റെ ഉള്ളിലാണല്ലോ, വലിയ സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചില്ല് ചെയ്ത് കിടക്കുകയായിരുന്നു രണ്ടെണ്ണം. ഇത് കഴിഞ്ഞിട്ട് കണ്ടത് നമ്മൾ റെഡ് ഹാൻഡഡ് മങ്കീസാണ്. 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് അവിടെ കണ്ടു. കയ്യിലും കാലിൻ്റെ അവിടെ മാത്രം ഒരു ഓറഞ്ച് റെഡ് കളർ, ബാക്കിയെല്ലാം ബ്ലാക്ക്. റെഡ് ഹാൻഡഡ് മങ്കീസ് ആയിരുന്നു. പക്ഷെ ഇവന്മാർക്ക് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കാർ. ഇത് നമ്മൾ കയറുന്ന അവിടെ തന്നെയാണ്, ആ ഒട്ടകമൊക്കെ ഉണ്ടായ ഒരു സൈഡിൽ തന്നെയാണ് ഇഗ്വാനിനെ നമ്മുടെ മീറ്റ് വെച്ച് തരുന്നത്. നമ്മൾ കയറിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഫുൾ റൗണ്ട് അടിച്ച് തിരിച്ച് വന്നിട്ടാണ് ശിവൻകുട്ടിക്കും സഞ്ജുവിൻ്റെ മീത്തും വെച്ചു ഇഗ്വാനേനെ. പക്ഷെ സഞ്ജുവിന് ചെറുതായിട്ട് മാന്തൊക്കെ കിട്ടിയിട്ടുണ്ടായി.
ഇതെന്തായാലും ഒരു നോർമൽ സൂവിൽ പോയി ആനിമൽസിനെ കാണുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടും കുറച്ചുകൂടെ വൈബും കൂടിയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതാ ഫാമിലിയിലെ ടൂറൊക്കെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ തിരിച്ച് 1.5 മണിക്കൂർ വണ്ടിയിലിരുന്ന് പോകണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Love you all.